പേര് ഇവിടെ ഇരിക്കുന്ന പ്രായമാർക്ക് അറിയുന്ന മാത്രം കഷ്ടമുണ്ട്. 500 നാട്ടുരാജ്യങ്ങൾ തമ്മിലടിക്കുന്നു, നാട്ടുരാജ്യങ്ങൾ ഒന്നിച്ച് ഇന്ത്യ രാജ്യമാക്കി പിന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്ന് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വന്ന് എന്തുമാത്രം അത് പടുത്തുയർത്തി. നമ്മൾ ഒരു പക്ഷം പോലും കഴിക്കാനില്ല, വീടില്ല, വസ്ത്രമില്ല നടക്കുന്ന ആ ഒരു സ്വാമി മഹാത്മാഗാന്ധിയുടെ കഥ കേട്ടല്ലോ. അതിൽ നിന്നാണ് നമ്മൾ ഇത്രത്തോളം വന്നത്. പിന്നെ പെയിൻ്റടിക്കാനൊക്കെ വന്നിട്ട് ഞങ്ങളാ വീട് പണി ഞാൻ എന്ത് പറയാൻ പറ്റും? പെയിൻ്റടിക്കാൻ വല്ലതും എളുപ്പമാണ്. പിന്നെ ആദ്യം നാഷണൽ ഉണ്ടായിട്ടാണല്ലോ പിന്നെ ഡെവലപ്പ് ചെയ്ത്. അതൊക്കെ ഉണ്ടാകാൻ വലിയ പാടില്ലായിരുന്നോ? റെയിൽവേ ഏറ്റവും വലിയ റെയിൽവേ. എനിക്ക് എൻ്റെ പിള്ളേര് ഉമ്മൻചാണ്ടിയുടെ മക്കള് ഒരു കടകളന്റെ കോൺഗ്രസ്സാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും കുടുംബം ഉറച്ച കോൺഗ്രസ്സുകാരാണ്. ഉമ്മൻചാണ്ടി വല്യപ്പൻ MLC, ഉമ്മൻചാണ്ടിയുടെ അപ്പൻ്റെ പെങ്ങൾ പഞ്ചായത്തിൽ ഒരുപാട് കോൺഗ്രസ് സ്ഥാനം വഹിച്ചാണ്. 3-ാം തലമുറയാണ് ഉമ്മൻചാണ്ടി. 4-ാമത്തെ തലമുറ ചാണ്ടിയുമൻ. ആ മകനെതിരായിട്ട് എൻ്റെ മകൾക്കെതിരായിട്ടൊക്കെ BJP പോവാന്നൊക്കെ പറഞ്ഞ് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അവിടെ പൊക്കി ശ്വാസോടെ പോകത്തില്ല, എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അവർക്ക് ജീവനുള്ള കാലത്തുള്ള ഒരു പോകത്തില്ല. അതിനുകൊണ്ട് ഞാൻ ഇതുവരെ 46 വർഷം ഞാൻ ഉമ്മൻചാണ്ടി ഒരു പ്രചരണത്തിന് പോയിട്ടില്ല. പിന്നെ ചാണ്ടി മോൻ അവിടെ നിന്നപ്പോഴും പോയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഫ്യൂച്ചർ നമ്മുടെ ഭാവി ബാധിക്കുന്ന എനിക്ക് ഭയമുണ്ട്. മണിപ്പൂരിലെ സ്ത്രീകളെ ഓർക്കുക, കർഷകരെ ഓർക്കുക. ഇവിടെ എന്താ ഇപ്പം നടക്കുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് നമ്മുടെ ഇന്ത്യ മുന്നണി ജയിച്ചേ പറ്റും നമുക്ക്.